ബാരക്കുമോ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയം അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കും വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബാരക്കുമോർ ഞങ്ങളുടെ കാവൽ പിതാക്കന്മാരായ മാർത്തോമാ ശ്ലീഹാ, മോർ ഗീവർഗീസ് സഹദാ, ഞങ്ങളുടെ പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസ് വട്ടശേൽമാർ ദിവനാസിയോസ് പിതാക്കന്മാരെ, നിങ്ങൾക്ക് സമാധാനം. സങ്കടപ്പെടുന്നവർക്ക് സഹായങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുന്ന വലിയ ഭണ്ഡാരം നിങ്ങളാകുന്നു. കർത്താവ് തൻ്റെ വാഗ്ദത്ത പ്രകാരം നിങ്ങളിലും നിങ്ങൾ അവനിലും വസിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത കലവറക്കാരെ, പാപികളായ ഞങ്ങൾ കരുണകൾക്കും പാപമോചനത്തിനും യോഗ്യരായി തീരുവാനും നിങ്ങളുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കർത്താവ് ഞങ്ങളുടെ രോഗങ്ങളെ നീക്കുകയും ബന്ധനത്തെ അഴിക്കുകയും ഞങ്ങളുടെ പാതകളെ ശരിപ്പെടുത്തുകയും ഞങ്ങളുടെ എല്ലാ നല്ല പരിശ്രമങ്ങളെയും ഫലവത്താക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങളുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിജയത്തിനാവശ്യമായ ബുദ്ധിശക്തിയും സൽസ്വഭാവവും അധ്വാനശീലവും നൽകണമേ. യുവതീവാക്കളെ ശക്തീകരിക്കണമേ. അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും പരിപാലിക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്നവർക്ക് സമാധാനവും സംരക്ഷണവും നൽകണമേ. പ്രകൃതിയെ അനുകൂലമാക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഭയിലും സമൂഹത്തിലും ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. ഈ സാംക്രമിക രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണ മോചനവും വിടുതലും ഞങ്ങൾക്ക് നൽകണമേ.
പിതാക്കന്മാരേ, പരിശുദ്ധന്മാരേ, നിങ്ങളുടെ അവയവങ്ങളിൽ വസിച്ചിരിക്കുന്ന ശക്തിയാൽ ഞങ്ങൾ സഹായം പ്രാപിപ്പാനും ഞങ്ങളുടെ ജീവിതകാലമെല്ലാം നിങ്ങളുടെ പുണ്യാവസ്ഥയിൽ സാദൃശ്യപ്പെടുവാനുമായിട്ട് എല്ലാ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ കന്യാമറിയാമിൻ്റെ നാമത്തിലുള്ള ശൂനോയ പെരുന്നാൾ ആചരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കാലയളവിൽ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ അഭയം തേടി 15 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ചെലവഴിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള പാരമ്പര്യം സഭയുടെ വിലപ്പെട്ട സ്വത്താണ്. ആ ഭാഗ്യപ്പെട്ട നാളുകൾ കൂടി കടന്നു പോകുവാൻ ദൈവം നമ്മളെ മാടി വിളിക്കുമ്പോൾ വിനയാനന്ദരായി അനുസരണത്തോടെ ആവേശത്തോടെ ആ മാർഗം ചരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് 40 ദിവസം പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിലും സമർപ്പണത്തിലും ദിവ്യ ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുത്തും ഈ ദിവസങ്ങൾ ചെലവഴിക്കുമ്പോൾ അതിനിടയിൽ വരുന്ന ഈ 15 ദിവസം പ്രത്യേകമായിട്ടുള്ള ഒരുക്കത്തോടുകൂടി നാം അതിൽ സംബന്ധിക്കണം എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പരിശുദ്ധ പിതാവിനെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നതോടൊപ്പം ആ പരിശുദ്ധ പിതാവ് വളരെ വാഞ്ചയോടുകൂടി ആരുടെ മധ്യസ്ഥയിൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നിമിഷങ്ങൾ ചെലവഴിച്ചിരുന്നു. ആ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥയിൽ അഭയം തേടുകയും ഇന്ന് ആ പിതാവ് അനുഭവിക്കുന്ന കൂടുതൽ അറിവും വെളിച്ചവും ഈ ഭൗതിക ലോകത്തിൽ വെച്ച് നാമം നേടേണ്ടതിനും ആ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കേണ്ടതിനും താല്പര്യപൂർവ്വം ഈ പരിശുദ്ധ നോമ്പിലേക്ക് കടന്നു വരാം. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടാം. പരിശുദ്ധ പിതാവ് പരിശുദ്ധ കന്യാമറിയാമിനോടുള്ള മധ്യസ്ഥത പ്രത്യേകം അനുഭവ സാക്ഷ്യമാക്കി വേർതിരിച്ചത് ചില അവസരങ്ങളെങ്കിലും നമുക്കും കേൾക്കുവാനിടയായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ അനുഭവ സമ്പത്തായി അവശേഷിക്കുന്നുമുണ്ട്. ഒരു തുടർക്കഥയായി നിലനിർത്തുവാനും ദൈവകൃപയിൽ ശരണപ്പെടുവാനും തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഭൗതിക ലോകത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ മാടി വിളിച്ച് മലങ്കര സഭയിലെയോ ഭാരത സമൂഹത്തിലെയോ മാത്രമല്ല ലോകത്തിലെ സർവ്വസൃഷ്ടിയും ബാധിച്ച ഇതുപോലുള്ളൊരു ഭീകരമായ താണ്ഡവം അതിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹമായിട്ട് വേർതിരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവയെല്ലാം അനുസ്മരിക്കുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടും സമർപ്പണത്തോടും പ്രത്യാശയോടും ആഴമായ വിശ്വാസത്തോടും കന്യാമറിയാമിനെ പോലെ പൂർണ്ണമായ ശരണത്തോടും ദൈവത്തിൽ സങ്കേതപ്പെടുവാനും ആ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥൽ പ്രത്യേകമായി അഭയം തേടുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ പുതുക്കാം. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടാം. നമ്മുടെ മെത്രാസനം വീണ്ടും ഈ ശൂനോയ നാളുകളിൽ ഭക്തിയോടുകൂടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും വിനയത്തോടും സമർപ്പണത്തോടും കൂടി പരിശുദ്ധ നോമ്പ് ആചരിക്കുന്നതിനും താല്പര്യപൂർവ്വം പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥൽ അഭയം തേടുന്നതിനും വേർതിരിക്കുമ്പോൾ മലങ്കര സഭ നേരിടുന്ന വെല്ലുവിളികളെയും സഭയിൽ കടന്നു വരേണ്ട സാധ്യതകളെയുമെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും
അതിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനുള്ള പ്രാർത്ഥന ദൈവസന്നിധി സമർപ്പിച്ചും ഈ നാളുകളെ ദൈവസന്നിധിയിൽ വേർതിരിക്കാം. പരിശുദ്ധ സഭയിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണമെന്നും പൈശാചിക ശക്തി നമ്മളെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുതെന്നും, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ഒരു സഭയായി തുടർന്ന് ശോഭിക്കുവാനും സാക്ഷിക്കുവാനും ദൈവമേ കൃപയള്ളണമെന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ യാചനകളും അപേക്ഷകളും സ്തോത്രങ്ങളും ദൈവസന്നിധിയിൽ നിറവായി വേർതിരിക്കപ്പെടേണ്ടതാണ്. ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാം. ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടാം. പരിശുദ്ധ അപ്പോസ്തലന്മാർ തുടങ്ങി പരിശുദ്ധ കന്യമറിയാമിനെക്കുറിച്ച് അറിഞ്ഞവരെല്ലാം, ഇല്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പോലും എത്ര നിറവോടെ പരിശുദ്ധ കന്യമറിയാമിനെ നോക്കിക്കണ്ടു. അവളുടെ മധ്യസ്ഥ അഭയം തേടി അവളിൽ കൂടി ലോകത്തിനുള്ള വിമോചനം ക്രിസ്തുവിൽ കൂടി എങ്ങനെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി അത് അയവിറക്കിക്കൊണ്ട് നമ്മുടെ ശിഷ്യായുസ്സ് വേർതിരിക്കുവാനും പരിശുദ്ധ സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിറവായി ലഭ്യമാകുന്ന പ്രത്യേക സുഗന്ധം ഏറ്റുവാങ്ങുവാനും പരിശുദ്ധ കന്യമറിയാമിൻ്റെ പ്രത്യേക മധ്യസ്ഥ മുഖാന്തരം നമുക്ക് കൂട്ടും കാവലും തുണയുമായി രക്ഷകനായ യേശുവും തൻ്റെ അപ്പോസ്തലന്മാരും പരിശുദ്ധ കന്യമറിയാം ഉൾപ്പെടെയുള്ള എല്ലാ പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമുക്ക് അനുഗ്രഹത്തിനും അനുഭവത്തിനുമായി തരുവാനും അവിടെ മധ്യസ്ഥ തുണയായിരിക്കാനും അവിടെ ജീവിതം മാതൃകയായിരിക്കാനും പ്രത്യേകിച്ചും പരിശുദ്ധ കന്യമറിയാമിൻ്റെ ജീവിതത്തിൽ കൂടി കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് അനുഗ്രഹരമായി ക്രിസ്തു കാണിക്കുന്ന പാതയിൽ ചരിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉത്സാഹിക്കുവാനും തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയും സമൂഹവും നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാനും വെളിച്ചത്തിൻ്റെ മക്കളായി ശോഭിക്കുവാനും പരിശുദ്ധ കന്യമറിയാമിനെ പോലെ ഞങ്ങൾ കർത്താവിൻ്റെ ദാസർ അവിടുത്തെ തിരുവിഷപ്രകാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണ വിനയത്തോടെ ദൈവത്തിൻ്റെ താല്പര്യത്തിന് വിധേയമാക്കുവാനും തക്കവണ്ണം നമ്മെ തന്നെ പുതുക്കുവാനും സമർപ്പിപ്പാനും ഈ നിമിഷം വേർതിരിക്കാം. പരിശുദ്ധ കന്യമറിയാമിൻ്റെ മധ്യസ്ഥത നമുക്ക് കൂട്ടും കോട്ടയും കാവലും തുണയുമായിരിക്കട്ടെ. ആ പരിശുദ്ധ കന്യമറിയാമിനോടുകൂടി ജീവനുള്ള ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ അനുസരിച്ച് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിലപ്പെട്ട കാഴ്ചയായി വേർതിരിപ്പാനും തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും ഈ പരിശുദ്ധ നോമ്പിൻ്റെ സമ്പന്നത ഏറ്റുവാങ്ങുവാനും അതിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ കന്യമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കടന്നു വന്ന് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ അതിൽ സജീവമായി ബന്ധപ്പെട്ടതുപോലെ നമുക്ക് ഈ കോവിഡിൻ്റെ നാളുകളാണെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുന്നുവെങ്കിലും അതിനെ അതിജീവിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം കൃപയിൽ നിന്ന് കൃപയിലേക്ക് വഴി നയിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബാറഖ്മോർ, യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് പ്രകാരം അരുളി ചെയ്യുന്നു. അവൻ്റെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വ്രതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കലും അസ്തമാനത്തിങ്കലും ഉള്ളവർ
ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. പാർക്കുമോർ. Dearly beloved Tirumeni, Reverend Fathers, Very Reverend Co-Episcopa, and my dear Christian brethren. When we think of the Sunoyo Lent, we see that it is a canonical Lent approved and granted down through the ancient councils commemorating the worldly departure of Saint Mary. According to the fathers of the church, she has been called Theotokos, which means Mother of God. Her departure from this world was witnessed by the Apostolic Church with full reverence, and the 15 days Lent began to be observed prior to that day of her Domitian. Sunoyo Lent is the mandatory one in connection with Saint Mary's death and translation to paradise, remembered on August 15th. Christians of the East have always recognized the mystery of a lady's Domitian, her falling asleep at the end of her natural life, when, in a miraculous way, she was assumed into heaven to sit with her Lord and our Lord. Mary, the God-bearing Mother of God, was the first Christian and is a model for the followers of her Son, Jesus Christ. The Church venerates Mary for being the chosen vessel of the new covenant, preserved from sin from the very moment of her natural conception to the very end of her days. Mary's life was totally consecrated from the very beginning to God, and so it was. She was chosen out of all women to bear the incarnate Word into the world. Any Christian calling differs not from Mary's. We too are to bear Christ into the world and bring His light to dark places. Wherever we go, whatever we do, we are to serve the Lord in whatever task we are assigned. The fast of Domitian comes at the end of the church year, provides a time for change in our spiritual and eternal lives. The fast begins on August 1 and continues until August 15, at which time is celebrated the vigil of the feast. Our daily prayers are closely connected with prayers of adoration and supplication to Saint Mary. In the weekly cycle, Wednesdays are set apart for the veneration of Saint Mary, and the mandatory fast on Wednesdays are in honor of her. The day of translation of Mary and birth of Mary and all acts in her life are models to her life, and let us praise her in all possible ways and days of life. The Syrian Orthodox Church praises her not only in the days of direct feast of Saint Mary, but also in other Moranaya Perusels connected to her. We are remembered through the command of our Lord on the cross to Saint John in chapter 19 verse 26 to consider her as a mother. Already in the 2nd century, we hear Saint Justin Martyr, one of the fathers of the church, refer to the Virgin Mary as the new Eve. The book of Genesis recounts that the first Eve received a name because she was the mother of all the living, as read in Genesis 3 verse 20. In the New Testament, Mary as the new Eve becomes the mother of all those who chose to live in Christ. She counters Eve's disobedience with her obediences. She was always prepared to do the Lord's will. In St. Luke chapter 1 verse 38, I am the Lord's servant. Mary answered, may it be to me as you have said. A total submission unto God's will. Thus Mary becomes our example of Christian living. The story of Jacob's ladder, a vision recorded in Genesis chapter 28, is read at the Vespers for the feast and offers us the image of a ladder extending from earth to heaven. Traditionally, the fathers of the church considered this passage as an image of Mary herself in a particular way. In light of the feast of Domitian, Mary's tomb is not a locked grave, but a stairway to heaven. We see in Mary's passage a foretelling of the flight of our human nature to rest securely in the divine life of God. In this way, we are assured that every Christian death is not a descent into a cold grave,
but an ascent on a ladder to heaven. Saint Mary has a unique place in the church. She is respected above all other saints because her role in the redemption of the mankind is unique. Apart from Jesus Christ, her stature is top above all the saints. Now, when we move to the 15 days Lent, let us remember that her mediation is valuable to a mortal life. Her intercession is precious to our lives. As a person who passed through many tragedies in this world, her life is worth emulating when we too come across difficult times. Even many thinkers in the women's liberation find role model in Saint Mary. This is a very fascinating aspect in the post-modern times. Honoring Saint Mary is not anything negating the role of a Lord. Mary is really the best pointer to a Lord. She always commands to do what a Lord says, as we heard at the marriage feast at Cana in Galilee. She herself is the perfect model for the submission before the will of God. She is a pioneer model to follow our Lord. So let us be humble to be in the church that praise the glory of the Mother of God. Let us join the angels who extolled her as the one who received grace from God, and with Elizabeth to praise her as the blessed among the women. Mary with Jesus is the ideal of the church. This is the reason why the church emphatically stressed that the picture of Mary should be always with Jesus. We can praise her with Elizabeth with the exclamatory phrase uttered to her in the spirit filled moment, Mother of my Lord. It is the Holy Spirit that taught Elizabeth to call her Mother of God. So never pay heed to anyone who calls her anything less than this. From a Christian Catholic standpoint, the Blessed Virgin Mary remains the model for all women at all times, since the reality which she exemplifies is all inclusive and transcends time and cultures. Mary is the perfected human being. In her, women of all ages can see what it means to be a woman in communion with Christ. She sets the example of love and faithfulness to God. She intercedes for us in prayers, and she bestows graces on us from God that God allows her to. Mary's faith is no blind faith. In recalling Abraham and the words spoken to him by God, Mary affirms her trust in the fulfillment of the divine promises, her trust in the plan of God that fulfills. Mary deserves our utmost respect and honor. Giving Mary the due respect, love, and honor would be giving greater glory to our divine Son, our Lord Jesus Christ. Mary was willing to submit her life to God's plan no matter what it would cost her. Being chosen by God for a high calling requires total commitment and a willingness to sacrifice everything out of love and devotion to one's Savior. That's why More Ambrose of Milan says, in Saint Mary you find a perfect model for your life, what to improve, what to imitate, and what to hold fast to. Let us be spiritually strong in extolling Saint Mary's wonderful subjugation before the Lord. Wishing you all a happy fasting days in Christ for the glory of God's kingdom. May God bless us all. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും
യേശു തൻ്റെ അമ്മയായ മേരി ലോകമാതാ, നന്മ നേരുമമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. മാതാവേ മാതാവേ മന്നിൻ ദീപം നീയേ, നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര. മാതാവേ മാതാവേ മന്നിൻ ദീപം നീയേ, നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര. കുമ്പിൾ നീട്ടും കയ്യിൽ സ്നേഹം തൂക്കും മാതാ, കാരുണ്യാധിനാഥ മേരി ലോകമാതാ. കുമ്പിൾ നീട്ടും കയ്യിൽ സ്നേഹം തൂക്കും മാതാ, കാരുണ്യാധിനാഥ മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. പാവങ്ങൾ പൈതങ്ങൾ പാദം കൂപ്പി നിൽപ്പൂ, സ്നേഹത്തിൻ കണ്ണീരാൽ പൂക്കൾ ചൂടി നിൽപ്പൂ. പാവങ്ങൾ പൈതങ്ങൾ പാദം കൂപ്പി നിൽപ്പൂ, സ്നേഹത്തിൻ കണ്ണീരാൽ പൂക്കൾ ചൂടി നിൽപ്പൂ. ആശാപൂരം നീയേ, ആശ്രയതാരം നീയേ, പാരിൻ തായ നീയേ മേരി ലോകമാതാ. ആശാപൂരം നീയേ, ആശ്രയതാരം നീയേ, പാരിൻ തായ നീയേ മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മലങ്കര സഭയും അതിലെ മക്കളും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ ഷൂനോയോ പെരുന്നാൾ ആചരിക്കുകയാണല്ലോ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഈ വേളയിൽ അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന
നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡ് മഹാമാരി ചരിത്രത്തെ രണ്ടായി കീറിമുറിക്കുകയും സഭയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരിക്കുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം ദേവാലയങ്ങൾ പൂട്ടപ്പെട്ടപ്പോൾ ദേവാലയ രഹിത ആരാധനയും ആത്മീയതയും ഒരു അനിവാര്യമായി മാറി. പ്രശസ്ത സർവകലാശാലകളെല്ലാം തന്നെ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയപ്പോൾ സഭകളും ഓൺലൈൻ ആരാധനയിലേക്ക് ചുവടുമാറ്റം നടത്തി. ക്രിസ്തീയ ആരാധനയുടെ മകുടമായ വിശുദ്ധ കുർബാന പോലും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കോവിഡ് കാലത്തിൻ്റെ ദൈർഘ്യമനുസരിച്ച് ഇത്തരം മാറ്റം നീണ്ടുനിന്നു എന്ന് വരാം. എന്നാൽ ഈ മഹാമാരിയുടെ കാലത്തും ഈ പ്രതിസന്ധികളോട് നമ്മുടെ ഭദ്രാസനം വളരെ തന്മയത്വത്തോടെ ഇടപെട്ടു എന്നതിന് എടുത്തു പറയാവുന്ന ഉദാഹരണമാണ് തിയോ മിനിസ്ട്രി എന്ന ആത്മീയ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പ്രവർത്തനം. അല്പമായും അധികമായും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുവാൻ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കുകയും ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാതാവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയുന്ന ഒന്നാണ് ഹോറേബ് പർവ്വതത്തിൽ മോശ ദർശിച്ച മുൾപടർപ്പ്. ആ മുൾപടർപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കത്തിയിട്ടും വെന്തുപോയില്ല എന്നതാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഇമേജ് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനു വേണ്ടി പിതാക്കന്മാർ എത്ര ഭംഗിയായിട്ടാണ് ഇപ്രകാരമൊരു പാട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. മുൾമരമെരിയാതെരിതി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനാം മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. സർവശക്തനായ ദൈവം മറിയാമിൽ വസിച്ചത് മുഖാന്തരം മറിയാമിന് ദോഷം സംഭവിക്കാതെ ഇരുന്നു എന്ന മഹത്തരവും രഹസ്യപൂർണവുമായ ആശയം പിതാക്കന്മാർ ഈ ഒരു പ്രതീകത്തിലൂടെ വിവരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് മുൾപടർപ്പിൻ്റെ സംഭവം വിവരിക്കുന്നത്. ദൈവപുത്രനായ മോശ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്ക് പോകുന്നു. ആടുകളെ മേയിച്ചു കൊണ്ടുപോകുന്ന മോശ ഒരു മുൾപടർപ്പിന് തീ പിടിച്ചിരിക്കുന്നതായി കാണുന്നു. മുൾപടർപ്പിന് തീ പിടിക്കുന്നത് ഒരു ആട്ടിടയൻ എന്ന നിലയിൽ മോശ കാണുന്ന സാധാരണ കാഴ്ചയാണ്. കാരണം ആ മരുഭൂമിയുടെ കൊടും ചൂടിൻ്റെ സാഹചര്യത്തിൽ മുൾപടർപ്പിന് തീ പിടിക്കുന്നത് സാധാരണമാണ്. എന്നാൽ മോശ ശ്രദ്ധിക്കുന്നു. എന്താണ് ശ്രദ്ധിക്കുന്നത്? ഈ മുൾപടർപ്പിന് തീ പിടിക്കുന്നുണ്ട്, പക്ഷേ അത് കത്തിയിട്ടും വെന്തു പോകുന്നില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പ്, പിതാവായ മോശയുടെ ജീവിതത്തിലെ വലിയ ഒരു ആത്മീയ അനുഭവമായി മാറുന്നത്. അദ്ദേഹം അടുത്ത് ചെല്ലുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, നീ അടുത്ത് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. അപ്പോഴാണ് മോശ ജിജ്ഞാസയിൽ ചോദിക്കുന്നത്, നീ ആരാണ്? മറുപടി, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. ഇതിങ്ങനെ പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും? ഇവിടെ മോശയ്ക്ക് മനസ്സിലായി കാണുകയില്ല. എന്നാൽ ഉടൻ തന്നെ വിശദീകരണവും വന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഇവിടെ മോശയുടെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. മോശയ്ക്ക് വലിയ ഒരു സത്യം, അതായത് ആത്മീയ ജീവിതത്തിലെ ശ്രേഷ്ഠമായ സത്യം മനസ്സിലായി. എന്താണ് മോശയ്ക്ക് മനസ്സിലായ സത്യം?
ഈ മുൾപ്പടർപ്പ് കത്തിയിട്ടും അത് വെന്തു പോകാതിരിക്കുന്നതിൻ്റെ കാരണം മുൾപ്പടർപ്പിൻ്റെ ഉള്ളിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം വസിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവം വസിച്ചതുകൊണ്ടാണ് കത്തിയിട്ടും മുൾപ്പടർപ്പ് ദഹിക്കാതിരുന്നത്. ഇവിടെയാണ് മുൾപ്പടർപ്പിനെയും പരിശുദ്ധ ദൈവമാതാവിനെയും പിതാക്കന്മാർ സാദൃശ്യപ്പെടുത്തിയത്. അമ്മയെക്കുറിച്ചുള്ള സഭയുടെ പാരമ്പര്യം: പരിശുദ്ധ അമ്മ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചു, ദൈവപുത്രനെ പ്രസവിച്ചു, എന്നിട്ടും വ്യതിയാനമില്ലാതെ കന്യകയായി തന്നെ നിലകൊണ്ടു. എപ്രകാരം മുൾപ്പടർപ്പ് കത്തിയിട്ടും ദഹിച്ചു പോകാതെ ഇരുന്നുവോ, അപ്രകാരം പരിശുദ്ധ ദൈവമാതാവ് പുത്രനെ പ്രസവിച്ചിട്ടും കന്യകയായി തന്നെ നിലകൊണ്ടു. കാരണം അമ്മ പ്രസവിച്ചത് ദൈവത്തെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് സർവശക്തനായ ദൈവപുത്രനാണ്. രണ്ടാമതായി, പ്രവാചകനായ മോശ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായി കണ്ടു. എന്നാൽ അദ്ദേഹം അത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കത്തുന്നുണ്ടെങ്കിലും ദഹിച്ചു പോകുന്നില്ല എന്ന്. അപ്പോൾ മോശ കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിൻ്റെ അരികിലേക്ക് ചെന്നു. അരികിൽ ചെന്നപ്പോഴാണ് ഒരു സാധാരണ സംഭവത്തിൻ്റെ അസാധാരണത്വം മനസ്സിലാക്കുവാൻ മോശയ്ക്ക് സാധിച്ചത്. പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഒരു സാധാരണ ജീവിതമായിരുന്നില്ല. അസാധാരണമായ സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിരുന്നു. ഉദാഹരണമായി പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണവും പ്രസവവും തുടർന്ന് മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കും എല്ലാം പരിശുദ്ധ സഭയുടെ കൗദാശിക ജീവിതവും പ്രാർത്ഥനകളും ആരാധനകളുമെല്ലാം ഒരു സാധാരണ മനുഷ്യനെ ദൈവികമായ വലിയ സാധ്യതയിലേക്ക്, ദൈവിക രഹസ്യങ്ങളുടെ ഭണ്ഡാരം തുറക്കുന്ന അസാധാരണമായ നിമിഷങ്ങളിലേക്ക് നയിക്കുന്നതാണ്. നാം സ്വീകരിച്ച മാമോദീസ, നാം അനുഭവിച്ച കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ, ഇതൊക്കെ ഈ സാധാരണ ലോകത്തിൽ ഒരസാധാരണ വ്യക്തിത്വം നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ്. ഇവിടെയാണ് അമ്മ ലോകത്തിൽ ഒരു സാധാരണ സ്ത്രീയായി ജീവിച്ചു എങ്കിലും അമ്മ അഭിമുഖീകരിച്ചത് അസാധാരണമായ അനവധി ജീവിത സംഭവങ്ങളെയാണ്. യഥാർത്ഥത്തിൽ എത്രയോ ആട്ടിടയന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന്മാരെല്ലാം മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടിട്ടുമുണ്ട്. എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പിൽ അസാധാരണമായ സംഭവം ദർശിക്കുവാൻ മുൾപ്പടർപ്പിനോട് ചേർന്ന് ചെന്നവനാണ് ദൈവപുരുഷനായ മോശ. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണം എങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്തു വരണം, ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം. കൗദാശിക ജീവിതവും ആരാധനാ ജീവിതവുമൊക്കെ അടുത്തു നിന്ന് അനുഭവിക്കുമ്പോഴാണ് അത് ഹൃദയത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളായി മാറുന്നത്. രണ്ടാമതായി, കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് പരിശുദ്ധ ദൈവമാതാവിനെ മാത്രമല്ല ഓരോ വിശ്വാസിയെയും പ്രതിനിധീകരിക്കുന്നതാണ്. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ എന്തെന്ന് കത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകേണ്ടതായി വരിക. എന്നിട്ടും നാം ദഹിച്ചു പോകാതിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കുന്നതിൻ്റെ കാരണം പിതാക്കന്മാരുടെ ദൈവം നമ്മിലും വസിക്കുന്നു എന്നതുകൊണ്ടാണ്. അതെ, ദൈവം നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം നാം ദഹിച്ചു പോകുകയില്ല. മൂന്നാമതായി, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ പലതും അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യുക്തിപരമായി ചിന്തിച്ചാൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു സ്ത്രീ എങ്ങനെ കന്യകയായിരിക്കും? വിശ്വസിക്കാൻ മേല. എന്നാൽ സഹോദരങ്ങളെ, വിശ്വസിക്കുവാൻ സാധിക്കാത്തത്, അതായത് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നതാണ് ദൈവിക പദ്ധതി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സാധാരണ സംഭവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അസാധാരണത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. സർവശക്തൻ്റെ തേജസ് കൊണ്ട്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കും എന്നാണ് അമ്മ പഠിപ്പിക്കുന്ന ആത്മീയ പാഠം.
യഥാർത്ഥത്തിൽ മുൾപടർപ്പിനെ അമ്മയുമായി സാദൃശ്യപ്പെടുത്തിയ പിതാക്കന്മാർ സഭയ്ക്ക് വ്യക്തികളായ നമുക്ക് പകർന്നു തരുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമായി പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നതാണ്. മരണത്തിനപ്പുറമായ ജീവിതത്തെക്കുറിച്ചും ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പ് നമ്മെ പഠിപ്പിക്കുന്നു. അതായത് മരണത്തിന് പോലും നമ്മെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന്. എന്താണ് കാരണം? ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത് തന്നെയാണ്. പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ശരീരപ്രകാരം ഞാനും നിങ്ങളും മരിച്ചാലും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുകയാണ്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പ് മനുഷ്യ ശരീരത്തെയും പ്രതിനിധീകരിക്കുന്നു. രോഗമോ പീഡയോ മരണമോ എന്ത് സംഭവിച്ചാലും അത് നശിച്ചു പോകുകയില്ല, ദഹിച്ചു പോകുകയും ഇല്ല. ദൈവികമായ കൃപയിൽ നിത്യജീവൻ്റെ അനുഭവം ഉണ്ട് എന്ന ശരിയായ ബോധ്യം നമുക്കുണ്ടാകണം. നാം ഇതുവരെ ചിന്തിച്ചത് പരിശുദ്ധ ദൈവമാതാവിനെ പിതാക്കന്മാർ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പിനോട് ഉപമിച്ചു എന്നതിൻ്റെ ഒന്നാമത്തെ കാരണം സാധാരണ സംഭവത്തിൽ ഒരസാധാരണത്വം ദർശിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. ആ വലിയ ആധ്യാത്മിക രഹസ്യം നമുക്ക് പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമതായി, ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കണം എങ്കിൽ ആ ബലിപീഠത്തോട്, അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപടർപ്പിനോട് അടുത്ത് ചെല്ലണം. ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ യുക്തി കൊണ്ടല്ല, മറിച്ച് ആത്മീയ അനുഭവം കൊണ്ട് ദൈവിക കരുണകൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായി നാം ചിന്തിച്ചത് പിതാക്കന്മാരുടെ ദൈവം മുൾപടർപ്പിൽ വസിച്ചതുകൊണ്ടാണ് മുൾപടർപ്പ് കത്തിയിട്ടും വെന്തുപോകാതെ ഇരുന്നത്. അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാദൃശ്യമാണ്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും അത് പ്രസക്തവുമാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ധരിച്ച നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ടായേക്കാം, നിന്നയും കഷ്ടപ്പാടുകളും ഉണ്ടായേക്കാം. എന്നാൽ അതിലൊന്നിനെയും നമ്മെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഓർക്കുക, മരണത്തിനു പോലും നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം നാം പുതിയ സൃഷ്ടികളാണ്. ഈ ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അവസാനമായി നാം ചിന്തിച്ചത് മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. ഇത് തന്നെയായിരിക്കട്ടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ പ്രതീക്ഷ. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിക്കാം. കാനാവിലെ കല്യാണ വീട്ടിൽ എഴുന്നള്ളി ആ ഭവനത്തിൻ്റെ കുറവ് പരിഹരിക്കുവാൻ വേണ്ടി പുത്രനോട് അപേക്ഷിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ്, ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമായ കർത്താവേ, ഒരിക്കൽ കൂടി അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഏഴയായ ഞങ്ങൾക്ക് അവസരം തന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം കണ്ടിട്ടുള്ളവർ എത്രയോ പേർ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് എടുത്തപ്പെട്ടു. എന്നാലും ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാൻ വീണ്ടും അവസരം തന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 2 or 3 പേർ നിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തതായ കർത്താവേ, ഈ സന്ധ്യയുടെ യാമങ്ങൾ ഞങ്ങൾ പല ഭവനത്തിലായിരുന്നാലും പല ദേശത്തായിരുന്നാലും അങ്ങേ സ്തുതിപ്പാൻ അവസരം തന്നുവല്ലോ കർത്താവേ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച തിയോ മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങളെയും തിരുസന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൂരസ്ഥനെങ്കിലും സമീപസ്ഥനായ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഈ മഹാമാരി എന്ന കോവിഡ് എന്ന മഹാമാരിക്കൊരു വിടുതൽ തരണമേ. ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്നുവല്ലോ.
നിന്നിലല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ. ഈ മഹാവ്യാധി മൂലം അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒരു നേരത്തെ ആഹാരത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരു കച്ചവടം നഷ്ടപ്പെട്ടവരുണ്ട്, ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട്. അവരെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരുപോലും ആശ്രയമില്ലാതെ ഭവനത്തിൽ കഴിയുന്നവരുണ്ട് കർത്താവെ, അനാഥരുണ്ട്, വിധവമാരുണ്ട്, അവരെല്ലാം തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരുണ്ട്, അവരോടെല്ലാം നീ കരുണ തോന്നണമേ കർത്താവേ. അടിയങ്ങളോട് ഉത്തരമരളണമേ. ഞങ്ങൾ പലവിധമായ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും അനേകായിരങ്ങൾ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടന്ന് അയ്യം വിളിക്കുന്നവരുണ്ട് കർത്താവേ, അവരോട് കരുണ തോന്നണമേ. ഒരു മക്കൾക്ക് വേണ്ടി യാചിക്കുന്നവരുണ്ട്, ഒരു ഭവനത്തിന് വേണ്ടി യാചിക്കുന്നവരുണ്ട് കർത്താവേ. ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, അവരോടെല്ലാം തൃക്കൻ പ്രാർത്ഥിക്കണമേ. അങ്ങയിലല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല കർത്താവേ. അനുഗ്രഹങ്ങളെ ചൊരിയണമേ. ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുള്ള പൈതങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾ അങ്ങയുടെ ദാനമാകുന്നുവല്ലോ കർത്താവേ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദുഷ്ടകൂട്ടിന് ചായാൻ നീ അനുവദിക്കരുതേ കർത്താവേ. മാതാപിതാക്കളെ അറിഞ്ഞ് ജീവിപ്പാൻ അവസരം കൊടുക്കണമേ. സഹോദരങ്ങളും സഹോദരിമാരും തമ്മിൽ സ്നേഹത്തോടെ വർത്തിപ്പാൻ നീ ഇടയാക്കണമേ കർത്താവേ. പരീക്ഷ എഴുതി ജയിച്ചിട്ട് കർത്താവേ പുതിയ അഡ്മിഷനായി കാത്തിരിക്കുന്ന പൈതങ്ങളും ഉണ്ടല്ലോ, അവരോടെല്ലാവരോടും കൃപ തോന്നണമേ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ നാഥാ. ഈ സമയം ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വേളയിൽ ഞങ്ങളുടെ സഭ ഒരു ദുഃഖ സമയത്താണല്ലോ. ഞങ്ങൾ ലോലിന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാവിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, നിൻ്റെ വലത്ത് ഭാഗത്തിരുത്തുവാൻ ആ ദാസനെ നീ ഇടയാക്കണമേ കർത്താവേ. അനുഗ്രഹങ്ങളെ ചൊരിയണമേ നാഥാ. എൻ്റെ ദൈവമേ, സഭയിലെ എല്ലാ തിരുമേനിമാരെയും തിരുക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വൈദികർക്ക് വേണ്ടിയും ഷമ്മാശന്മാർക്ക് വേണ്ടിയും ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനാധിപൻ കുർലോസ് തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൂർണ്ണാരോഗ്യം കൊടുക്കണമേ കർത്താവേ. ഞങ്ങളെ ശരിയായ വിധത്തിൽ നയിപ്പാനുള്ള ശക്തി കൊടുക്കണമേ നാഥാ. അനുഗ്രഹങ്ങളെ ചൊരിയണമേ നാഥാ. കരുണ തോന്നണമേ. പ്രാർത്ഥിപ്പാനല്ലാതെ ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. ഒക്ടോബർ മാസം നടക്കുവാൻ പോകുന്ന സുന്നദോസിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ നല്ലൊരു കാതോലിക്ക ബാവയെ തിരഞ്ഞെടുക്കുവാൻ ഇടയാക്കണമേ. കാലം ചെയ്ത പിതാവ് തുടർന്നിട്ടുള്ള നല്ല വഴി പിന്തുടരുവാനും വരുന്ന പിതാവിന് ആ സാഹചര്യം ഒരുക്കി കൊടുക്കണമേ നാഥാ. അടിയങ്ങളോട് കരുണ തോന്നണമേ. ലോകത്തോട് കരുണ, പ്രത്യേകിച്ച് ദൈവമേ ഈ വെള്ളപ്പൊക്കം മഹാമാരി നേരിട്ട മഹാരാഷ്ട്ര ദേശത്തോട് കരുണ തോന്നണമേ. അനേകായിരങ്ങൾ മരിച്ചിട്ടുണ്ട്, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. നിന്നിലല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അടിയങ്ങളോട് കരുണ തോന്നണമേ നാഥാ. പല സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പൈതങ്ങളെ അവരെല്ലാം തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലരും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വരുവാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കാണുവാനുള്ള സാഹചര്യം എല്ലാവർക്കും നീ ഒരുക്കി കൊടുക്കണമേ. ഈ രാത്രികാലം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ നാഥാ. രാത്രിയിൽ നല്ല ഉറക്കം തരണമേ നാഥാ. അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരണമേ. ഞങ്ങളുടെ വാർദ്ധക്യയിരിക്കുന്ന മാതാപിതാക്കളെയും തിരുസന്നിധിയിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭവനത്തെയും നിൻ്റെ ശ്രീവായാൽ മുദ്ര കുത്തപ്പെടുന്നുമാറാകണമേ. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് പ്രഭാത സമയം അങ്ങേ സ്തുതിച്ചെഴുന്നേൽപ്പാൻ ഇടയാക്കണമേ. എല്ലാ കാര്യവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾക്കുള്ള എല്ലാവരുടെ മേലും സഭയോടും സമൂഹത്തോടും ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനായും കോവിഡും ഫംഗസും അതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഏവരോടും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം രാവും പകലും അധ്വാനിക്കുന്ന സകലരുടെ മേലും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ക്രിസ്ത്യമാർഗത്തിൽ ചരിക്കുവാൻ താല്പര്യപ്പെട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഏവരോടും നമ്മളെല്ലാം വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.